ഒരു ദിവസം രണ്ട് സഹോദരിമാർ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. ട്രെയിൻ ഒരു സ്റ്റേഷനിൽ നിന്നതായ സമയത്ത് കരിമ്പേ കരിമ്പേ എന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും കരിമ്പുകൾ വാങ്ങാനിടയായി. ട്രെയിൻ മുൻപോട്ട് പോകുമ്പോൾ അവർ ആ കരിമ്പ് കൈകളിൽ എടുത്തുകൊണ്ട് അതിൻ്റെ തോല് മാറ്റി ഒരു പെൺകുട്ടി ജനലിൽ കൂടി ആ വേസ്റ്റ് വെളിയിലേക്ക് എറിയുകയാണ്. മറ്റൊരു പെൺകുട്ടി കടിച്ചെടുത്തതായ കരിമ്പിൻ്റെ തോല് മാറ്റിവെക്കാനിടയായി. മറുവശത്തിരുന്ന സഹോദരി ചിന്തിച്ച്, ഇവൾ ഭോഷിയാണ്. കടിച്ചെടുത്തതായ ആ കരിമ്പിൻ്റെ വേസ്റ്റ് എന്തിനാണ് എടുത്ത് മാറ്റിവെക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ഈ പെൺകുട്ടി തൻ്റെ കയ്യിൽ കിട്ടിയിരുന്നതായ കരിമ്പ് മുഴുവനും കടിച്ച് തിന്നിട്ട് സുഖമായി കിടന്നുറങ്ങി. മറുവശത്തിരുന്നതായ സഹോദരി എന്താണ് ചെയ്തത്? അതേ കരിമ്പിൻ്റെ കഷ്ണം അവൾ കടിച്ച് തിന്ന ശേഷം ആ കരിമ്പിൻ്റെ തോല് വെച്ചുകൊണ്ട് നല്ലൊരു ചെറിയ കുട്ട നെയ്തെടുക്കുവാനിടയായി. കുട്ട നെയ്തു. മറ്റേ സഹോദരി എഴുന്നേറ്റപ്പോൾ മനോഹരമായൊരു കുട്ട എവിടെ ഇരിക്കുന്നു. നോക്കൂ, വളരെ മനോഹരമായിരിക്കുന്നുവല്ലോ ഇത്. നീ ഇത് വാങ്ങിയതാണോ? ഞാൻ വാങ്ങിയതല്ല. പിന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയത്? ആ കരിമ്പിൻ്റെ തോല് നമ്മൾ കടിച്ചെടുത്തില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഈ കുട്ടയുണ്ടാക്കിയെടുത്തത്. എത്ര മനോഹരമാണ്, നല്ലതായിരിക്കുന്നു. ഇത് വീട്ടിൽ കൊണ്ടുപോയി എൻ്റെ അമ്മയ്ക്ക് കൊടുത്താൽ വളരെ സന്തോഷമായിരിക്കും. ഇതെനിക്ക് ഫ്രീ ആയിട്ട് തരാമോ? ഞാനിതിന് ഫ്രീ ആയിട്ട് തരണം. പിന്നെ എത്ര രൂപ തരണം? 200 രൂപ. 200 രൂപയാണെന്നോ? എങ്കിലും നോക്കട്ടെ, ഇത് കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ എൻ്റെ അമ്മ ഒരുപാട് സന്തോഷവതിയാകും എന്ന് പറഞ്ഞുകൊണ്ട് 200 രൂപ കൊടുത്ത് അവളത് വാങ്ങി. അപ്പോൾ ഇവളുടെ ആ കരിമ്പിൻ്റെ വേസ്റ്റ്, ആ തോലെല്ലാം അവൾ എന്തു ചെയ്തു മനസ്സിലായോ? പഠിച്ചതായ ആളുകൾ ജീവിതത്തിൽ ഉയർന്നു വരും. പരിശീലിക്കാത്ത ആളുകൾ ഉള്ളതും കൂടി നഷ്ടമാക്കി കളയും. പരിശീലിക്കാം. ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ? എങ്കിൽ നന്നായി പഠിക്കുക. പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ ഏത് ജോലി ചെയ്താലും അതിലൊരു നിപുണത ഉണ്ടായിരിക്കണം. നിനക്ക് ആ നൈപുണ്യം ഇല്ല എങ്കിൽ അതിനെപ്പറ്റിയും വചനം പറയുന്നുണ്ട്. സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം 26-ാമത്തെ വാക്യം വായിക്കാം. ചൊറുക്ക പല്ലിനും പുക കണ്ണിനും ആകുന്നത് പോലെ. എന്താണ്? മടിയൻ തന്നെ അയക്കുന്നവർക്കാകുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? മടിയന്മാരെ ആരെങ്കിലും പണിക്ക് വെച്ചാൽ അവർക്ക് കണ്ണുനീർ മാത്രമായിരിക്കും. ശരിയല്ലേ? അവർ കരയിപ്പിച്ച് കളയും. പല്ലിന് ചൊറുക്ക പോലെയും കണ്ണിന് പുക പോലെയും. ഇന്ന് നമ്മുടെ ഇടയിൽ മടിയന്മാരുണ്ടെങ്കിൽ അവർ ജോലി ചെയ്യുന്ന ഇടത്തെ ആളുകളെ അവർ കരയിക്കുകയാണ്. ഏത് വീട്ടിലാണോ ജോലി ചെയ്യുന്നത് ആ വീട്ടുകാരെ കണ്ണുനീർ കുടിപ്പിക്കും. ദൈവവേല ചെയ്യുന്ന ആളുകളിലും ചില ആളുകളുണ്ട് ഇങ്ങനെയുള്ള മടിയന്മാർ. അതുകൊണ്ട് വലിയ ദോഷമാണ്. അവരെ അയച്ചവർക്ക് കഷ്ടമാണ്. മടിയന്മാരെന്ത് ചെയ്യും? മറ്റുള്ള ആളുകളെ കരയിപ്പിക്കാനിടയാകും. എന്നാൽ സാമർഥ്യമുള്ളവനോ രാജാക്കന്മാരുടെ മുൻപിൽ നിൽക്കുവാനിടയാകും. എൻ്റെ ആഗ്രഹം, നിങ്ങൾ ഉയർന്നു വരണം, ഉന്നതമായ സ്ഥാനങ്ങളിലെത്തണം. അതിനെന്ത് ചെയ്യണം? നീ ചെയ്യുന്ന പ്രവൃത്തിയിൽ സാമർഥ്യമുള്ളവനായി ഇരിക്കണം. ദാവീദ് സാമർഥ്യമുള്ളവനായിരുന്നു. ഈ സാമർഥ്യം എങ്ങനെയാണ് അവന് കിട്ടിയത്? പ്രാക്ടീസ്, പരിശീലന നിമിത്തം. എപ്പോഴാണ് പരിശീലിച്ചത്? വെറുതെ ഇരുന്ന സമയങ്ങളിൽ. പ്രിയ സഹോദരങ്ങളെ, വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സമയം കളയുകയാണോ? അനാവശ്യമായ കാര്യങ്ങളെ കണ്ടുകൊണ്ട്, അനാവശ്യമായി സംസാരിച്ചുകൊണ്ട്, ചാറ്റിംഗ് ചെയ്തുകൊണ്ട്, സോഷ്യൽ മീഡിയയിൽ സമയം ചിലവഴിച്ച് നീ എന്താണ് നേടിയെടുക്കുന്നത്? ഭാര്യയെ നോക്കാതെ, ഭർത്താവിനെ നോക്കാതെ, മക്കളെ നോക്കാതെ, പഠനം ശ്രദ്ധിക്കാതെ, ജോലി കാര്യങ്ങൾ നോക്കാതെ, ഭാവിയെ ശ്രദ്ധിക്കാതെ, ആത്മീയത ശ്രദ്ധിക്കാതെ നീ എന്താണ് നേടിയെടുക്കുന്നത്? സമയം വൃഥാവാക്കരുത്. ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക. എൻ്റെ സെൽഫോണിൻ്റെ മേൽ കൂടുതൽ സമയം ഞാൻ ചിലവഴിക്കില്ല. എൻ്റെ സെൽഫോണിൽ കൂടുതൽ സമയം ഞാൻ കളയില്ല. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന കാര്യങ്ങൾ, എൻ്റെ കുടുംബത്തിന് നന്മ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പഠിക്കും. മക്കളെ എങ്ങനെ വളർത്തണമെന്ന് ഞാൻ പഠിക്കും. മാതാവായി പിതാവായി എങ്ങനെ ആത്മീയതയിൽ ജീവിക്കണമെന്ന് ഞാൻ പഠിക്കും. എൻ്റെ ജോലിയിൽ ജോലി ചെയ്ത ആളുകളെ എങ്ങനെയാണ് സന്തോഷിപ്പിക്കേണ്ടത്? അത് പാപപ്രവൃത്തികൾ ചെയ്തുകൊണ്ടല്ല, വിശ്വസ്തയോടെ ജോലി ചെയ്ത ആളുകളെ സന്തോഷിപ്പിക്കണം. ലഭിച്ച ജോലി എങ്ങനെ പൂർത്തീകരിക്കണം? അതേസമയത്ത് ഒരു സാമർഥ്യം എനിക്ക് തരണമേ. സമയത്തെ വൃഥാവാക്കാതെ എന്തെങ്കിലും പഠിക്കുവാനുള്ളതായ മനസ്സെനിക്ക് നൽകണമേ. ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കണം. ഇന്ന് ദൈവം എന്നോട് സംസാരിച്ചു. ഞാൻ സമയം കളയാറുണ്ട്.
വ്യർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും എൻ്റെ സമയത്തെ ഞാൻ കളയാറുണ്ട്. ഇന്നു മുതൽ ഞാൻ സാമർഥ്യമുള്ളവനായി ജീവിക്കും. ഇന്നു മുതൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളവനായി ജീവിക്കും. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ മുഴങ്കാൽ മടക്കുക. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, ശിംശോൻ നിന്റെ സാന്നിധ്യത്തെ നഷ്ടമാക്കി, ശൗൽ നിന്റെ സാന്നിധ്യത്തെ നഷ്ടമാക്കി കളഞ്ഞു, ശലോമോൻ നിന്റെ സാന്നിധ്യത്തെ നഷ്ടമാക്കി. ഇവർ മൂവരും നിന്റെ കൈയാൽ ശിക്ഷിക്കപ്പെട്ടു. സാമർഥ്യമുള്ള ആളുകളെ കാണുന്നില്ലേ? അവർ രാജാക്കന്മാരുടെ മുൻപാകെ നിൽക്കും. കർത്താവേ, അനേകം യൗവനക്കാരായ മക്കൾക്ക് രാജാക്കന്മാരുടെ മുൻപിൽ നിൽക്കുവാൻ കഴിയുന്ന സാമർഥ്യത്തെ കൊടുക്കണമേ. അവരുടെ പഠനത്തിൽ സാമർഥ്യം കൊടുക്കണമേ. അവരുടെ ജോലിയിൽ അവർക്ക് നല്ല സാമർഥ്യം കൊടുക്കണമേ. അറിവ് നേടിയെടുക്കുന്നതായ വിഷയത്തിൽ സാമർഥ്യം കൊടുക്കണമേ. അതുപോലെ കുടുംബത്തെ പണിയുന്നതായ വിഷയത്തിൽ സാമർഥ്യം കൊടുക്കണമേ. മക്കളെ ആത്മീയതയിൽ വളർത്തുന്നതായ വിഷയത്തിൽ അവർക്ക് സാമർഥ്യത്തെ കൊടുക്കണമേ. സാമർഥ്യമുള്ളവനായ വ്യക്തി പഠിക്കുവാൻ മനസ്സുള്ളവനാണ്. പഠിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് കേൾക്കപ്പെട്ട ഈ വചനം എല്ലാവരുടെയും ജീവിതത്തിൽ ഫലം കായ്ക്കുമാറാക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.